കേരളത്തിന്റെ മനസാക്ഷി വിറങ്ങലിച്ചു പോയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2ാം വാർഷിക ദിനത്തിൽ ദുരന്തത്തിൽ മരിച്ചവരെ അടക്കം ചെയ്ത പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ടുണ്ട്. ദുരന്ത ബാധിതർ താമസിക്കുന്ന സർക്കാർ ടൗൺഷിപ്പിലും ചൂരൽമല ബെയിലി പാലത്തിന് സമീപവും അല്പസമയത്തിനകം പുഷ്പാർച്ചനയും നടക്കും. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ് നമുക്കിപ്പം തത്സമയം. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ നിന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോഴും അവിടെ പെൻഷൻ നിൽക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഒട്ടും ശുഭകരമായ ദിവസമല്ല. കാരണം ഒരു രാത്രി കൊണ്ട് സർവസ്വവും നഷ്ടപ്പെട്ട മനുഷ്യരെ ആയിരിക്കും ബെൻസൺ അവിടെ ചുറ്റും കാണാൻ കഴിയുക. അവരുടെ എല്ലാം നഷ്ടപ്പെട്ട, എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരു കാലത്തിൻ്റെ ഉരുളോർമ്മയാണ് ഇന്ന്. അവിടെ പറഞ്ഞ പോലെ തന്നെ സർവമത പ്രാർത്ഥനയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് സാഹചര്യം ബെൻസൺ? ഇപ്പം ബെൻസനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആ ഇരുണ്ട രാത്രി ഒരിക്കലും മറക്കാൻ കഴിയില്ലായിരിക്കും ഈ സമയത്തും. അതെ സേതുലക്ഷ്മി, ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട കുറേ ആളുകളുടെ ഓർമ്മകൾക്ക് ചുറ്റുമാണ് നമ്മളിപ്പോഴുള്ളത്. ഞാനുള്ളത് ടൗൺഷിപ്പിലാണ്. ടൗൺഷിപ്പിൽ ഇവിടെ പുഷ്പാർച്ചന നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തി വരികയാണ്. ഇവിടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ, അതായത് ടൗൺഷിപ്പിലെ അന്തേവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പുഷ്പാർച്ചന ആരംഭിക്കും. ഇതിന് ഇവിടെ ഒരു 7:30 മുതൽ ഒരു 8 മണി വരെയാണ്, 8:30 വരെയാണ് ഇവിടെ പുഷ്പാർച്ചനയ്ക്കുള്ള സമയം. അതിനുശേഷം 9 മണിയോടുകൂടി തന്നെ ഹൃദയഭൂമിയിലേക്ക് പോകും. അവിടെയാണ് സർവമത പ്രാർത്ഥനയുണ്ടാവുക. അതിൽ മന്ത്രിമാരുൾപ്പെടെ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാണെങ്കിലും 2 വർഷമായെങ്കിലും ഈ മനുഷ്യരുടെ ഒന്നും ഓർമ്മകൾ മായാതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 298 ആളുകളുടെ ചിത്രങ്ങളാണ് അതിലുള്ളത്. ഇതിൽ ഓരോ മനുഷ്യരെയും അടുത്തറിയുന്ന ആളുകളാണ് ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾ. അവർക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ് ഈ നഷ്ടപ്പെട്ട ഈ ചിത്രങ്ങളായി ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഓർമ്മകളാണ് ഇന്നിവിടെ പങ്കുവെക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ, ഈ ടൗൺഷിപ്പിലെ തന്നെ അന്തേവാസികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അണ്ണയ്യൻ, 2 വർഷമാവുകയാണ് ഈ ഒരു ദുരന്തമുണ്ടായിട്ട്. 2 വർഷം തികയാണ് ഇന്നേക്ക്. ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ് ഈ 299 പേരും. അവർ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എല്ലാവരും വെട്ടി വിരിഞ്ഞു പോയി നമ്മളെ കൊണ്ട്. ആ നാടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ജീവിച്ചവരാണ്. ഒരു കല്യാണം വന്നാലും ജോലിക്ക് പോയാലും ഒന്നിച്ചിരുന്നിട്ട് ഒരു പരിപാടിക്ക് ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഭിന്നിച്ച് 4 വഴിക്കായി. അതിനോട് ഭയങ്കര വിഷമമുണ്ട്. ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടാകും. നമ്മൾ 1ാം വാർഷിക സമയത്തൊക്കെ ഇദ്ദേഹമൊക്കെ അനുഭവിക്കുന്ന ആ ഒരു ദുരിതമൊക്കെ, ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടത്, ഇവരുടെ ആ ദുരിതമൊക്കെ നമ്മൾ 1ാം വാർഷിക സമയത്തൊക്കെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചാണ്, ആളുകളുടെ മുൻപിലേക്ക് എത്തിച്ചതാണ്. ഇപ്പം ഇനി 9 മണിയോടുകൂടി അവിടേക്ക് പോകുമല്ലേ? പുത്തുമലയ്ക്ക് എത്തണം. 9 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പുത്തുമലയ്ക്ക് എത്തണം. അവിടെ പരിപാടി ഉണ്ട്. അപ്പം പരിപാടിക്ക് പങ്കെടുക്കണം എല്ലാവരും കൂടി പോയിട്ട്.